ബില്യൺ പീസ് ഷെയർ ട്രേഡിംഗ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പിടിയിലായി. ഇരിഞ്ഞാലക്കുട കോലോത്തുംപാടം സ്വദേശി കിഴക്കേവളപ്പിൽ സുബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷനാകും. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ നടക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി അംഗങ്ങൾ ചുമതലയേറ്റു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ രവീന്ദ്രനും മെമ്പറായി KP അജയനും ചുമതലയേറ്റു. തൃശൂർ പൂരം ഉൾപ്പെടെ എല്ലാ ഉത്സവാഘോഷങ്ങളും ഭംഗിയായി നടത്താൻ ബോർഡിന്റെ ജാഗ്രതാപൂർവമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ഭരണസമിതി അംഗങ്ങൾ. അതിരപ്പള്ളി വെറ്റിലപ്പാറ മേഖലകളിൽ കാട്ടാനകളുടെ ശല്യത്താൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ. മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 40ഓളം കാട്ടാനകൾ. മനക്കുടിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് പഞ്ചായത്ത് അംഗത്തെ ആക്രമിച്ചു. നാട്ടുകാർ പിടികൂടി ആശുപത്രിയിൽ എത്തിച്ച മനക്കുടി സ്വദേശി സൂരജാണ് പഞ്ചായത്ത് അംഗം K രാഗേഷിനെ ആക്രമിച്ചത്. വാർത്തകൾ വിശദമായി. ബില്യൺ പീസ് ഷെയർ ട്രേഡിംഗ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പിടിയിലായി. ഇരിഞ്ഞാലക്കുട കോലോത്തുംപാടം സ്വദേശി കിഴക്കേവളപ്പിൽ സുബിനെയാണ് ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സുബിനും സഹോദരനായ വിപിനും വിപിന്റെ ഭാര്യ ജയിതയും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കരുമത്ര സ്വദേശിയുടെ പരാതിയിലാണ് സുബിനെ അറസ്റ്റ് ചെയ്തത്. 2,65,33,000 രൂപ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടുവെന്ന പരാതിയിലാണ് അറസ്റ്റ്. ഇതുവരെ 11 കേസുകൾ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 4 കേസുകളിൽ പ്രതിയാണ് സുബിൻ. ഇരിഞ്ഞാലക്കുട സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർമാരായ ദിനേഷ് കുമാർ, രാജു, സതീശൻ തുടങ്ങിയവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കേരളത്തിലെ BJPയുടെ നേതൃസ്ഥാനത്ത് ഇനി പുതിയ മുഖം. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകും. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ നടക്കും. 2ാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. കർണാടകയിൽ നിന്ന് 3 തവണ രാജ്യസഭയിലെത്തി. 2 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. മാറുന്ന കാലത്ത് വികസന രാഷ്ട്രീയത്തിന്റെ മുഖമായാണ് ദേശീയ നേതൃത്വം രാജീവിനെ അവതരിപ്പിക്കുന്നത്. സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റാകുന്ന ആദ്യ BJP നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി അംഗങ്ങൾ തൃശൂരിൽ ചുമതലയേറ്റു. ചിന്മയ മിഷൻ നീരാഞ്ജലി ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K രവീന്ദ്രനും മെമ്പറായി KP അജയനുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ദേവസ്വം ബോർഡ് സെക്രട്ടറി P ബിന്ദു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ ജോലികൾ ധാർമ്മികമായും സത്യസന്ധമായും കാര്യക്ഷമമായും നീതിപൂർവകമായും അർപ്പണബുദ്ധിയാ നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ ഒരു തരത്തിലും വ്രണപ്പെടുത്തുന്ന പ്രവൃത്തികൾ ഉണ്ടാകില്ലെന്നും തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള എല്ലാ ഉത്സവാഘോഷങ്ങളും ഭംഗിയായി നടത്താൻ ബോർഡിന്റെ ജാഗ്രതാപൂർവമായ ഇടപെടലുകൾ ഉറപ്പു നൽകുന്നതായും മറുപടി പ്രസംഗത്തിൽ ഇരുവരും പറഞ്ഞു. 400ഓളം വരുന്ന ദേവീദേവന്മാരുടെ ക്ഷേത്രങ്ങളോടൊപ്പം തന്നെ ബോർഡിന്റെ ചുമതലയിൽ 3 പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളുമുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും കേരളവർമ്മയിലെ പൂർവ്വ വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ കോളേജിന്റെ സ്ഥിതിയിൽ സമൂഹമാകെ ആശങ്കാകുലരാണ്. അത് മാറ്റിയെടുക്കുന്നതിന് സമൂഹത്തിന്റെ പങ്കാളിത്തത്തോടുകൂടി നല്ല പാതയിൽ നയിക്കാൻ വേണ്ടി ബോർഡ് പ്രതിജ്ഞാബദ്ധതയോടുകൂടി പ്രവർത്തിക്കും. വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനും ക്ഷേത്രാങ്കണങ്ങൾ വിശ്വാസികൾക്ക് അനുസൃതമായ വിധത്തിൽ സംരക്ഷിക്കുന്നതിനും ഈ ബോർഡ് പ്രതിജ്ഞാബദ്ധതയോടുകൂടി പ്രവർത്തിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. ക്ഷേത്ര ജീവനക്കാരുടെ ഉന്നമനത്തിന് ബോർഡ് പ്രത്യേക പദ്ധതികൾ വിഭാവനം ചെയ്യുമെന്നും ബോർഡ് അംഗം വ്യക്തമാക്കി. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരു ഭക്തജനങ്ങളുടെയും വികാരത്തെ ഒരു തരത്തിലും വ്രണപ്പെടുത്താത്ത രീതിയിലായിരിക്കും എല്ലാ ആഘോഷങ്ങളും എല്ലാ ഉത്സവങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുക. സ്വജനപക്ഷപാതമോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ മുൻഗണന ക്രമം വിട്ട് ട്രാൻസ്ഫറുകളോ ഇതൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. എല്ലാം വളരെ ജാഗ്രതയോടെ സുതാര്യമായി കുറ്റമറ്റ രീതിയിലുള്ള ഒരു ഭരണമായിരിക്കും മുമ്പോട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ക്ഷേത്ര ജീവനക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയും നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നു. CPM മുൻ തൃശൂർ ഏരിയ സെക്രട്ടറി കൂടിയായ രവീന്ദ്രൻ നെടുപുഴ സ്വദേശിയും അഭിഭാഷകനും CPI പ്രതിനിധിയുമായ KP അജയൻ എറണാകുളം സ്വദേശിയുമാണ്. 2 വർഷക്കാലമാണ് ഭരണസമിതി അംഗങ്ങളുടെ കാലയളവ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ MLA മാരായ P ബാലചന്ദ്രൻ, AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ,
CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ശശിധരൻ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ തുടങ്ങി സാമൂഹിക, സാമുദായിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. 3 അംഗ ഭരണസമിതിയിലെ ഒരംഗത്തെ ഉടൻ നിയമിക്കും. TCV തൃശൂർ. കാട്ടാനകളുടെ ശല്യം മൂലം ദുരിതത്തിലായി അതിരപ്പള്ളി വെറ്റിലപ്പാറ മേഖലയിലെ ജനങ്ങൾ. കൂട്ടമായും ചെറുസംഘങ്ങളായും 40ഓളം ആനകളാണ് മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത്. വെറ്റിലപ്പാറ, ചിക്ലായി, കോട്ടാമല, അരൂർമുഴി, പണ്ടാരംപാറ എന്നീ സ്ഥലങ്ങളിലെ ആളുകളാണ് കാട്ടാനശല്യം മൂലം കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. തെങ്ങ്, പ്ലാവ്, കവുങ്ങ് തുടങ്ങി കാർഷിക വിളകൾ കാട്ടാനകൾ നശിപ്പിക്കുന്നത് പതിവാണ്. കാട്ടാനശല്യം മൂലം കർഷകർക്കും സാധാരണക്കാർക്കും ഒരു കൃഷിയും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായി. വീട്ടുമുറ്റത്ത് ആനകൾ എത്തുന്നതിനാൽ സമാധാനത്തോടെ അന്തിയുറങ്ങാനും കഴിയാത്ത സ്ഥിതിയാണ്. റോഡുകളിൽ കൂടിയുള്ള രാത്രികാല യാത്രകളും ജീവൻ പണയപ്പെടുത്തിയാണ്. വൈകുന്നേരമായാൽ പറമ്പുകളിൽ ആനകൾ എത്തിത്തുടങ്ങും. പടക്കം പൊട്ടിച്ചും ഒച്ചവെച്ചുമാണ് നാട്ടുകാർ ആനകളെ വിരട്ടി ഓടിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ അതിരപ്പിള്ളി വിട്ടു പോകേണ്ടിവരുമെന്ന ആശങ്കയിലാണ് മലയോര കർഷകർ. TCV ന്യൂസ്, ചാലക്കുടി. മനക്കൊടിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ അക്രമാസക്തനായതിനെ തുടർന്ന് നാട്ടുകാർ പിടികൂടി ആശുപത്രിയിലെത്തിച്ച യുവാവിന്റെ ആക്രമണത്തിൽ പഞ്ചായത്ത് അംഗത്തിന് പരിക്കേറ്റു. അരിമ്പൂർ പഞ്ചായത്ത് അംഗവും CPM കുന്നത്തങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ K രാഗേഷിനാണ് തലയ്ക്ക് പരിക്കേറ്റത്. തലയ്ക്ക് 2 തുന്നലുകളിട്ടു. മനക്കൊടി സ്വദേശി സൂരജാണ് ആക്രമിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം മനക്കൊടി അല്ലേശി സെന്ററിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് കടകൾക്കും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർക്കും നേരെ ആക്രമണം നടത്തുന്നുവെന്നറിഞ്ഞ് സ്ഥലത്തെത്തിയതിനെ തുടർന്നുള്ള സംഭവങ്ങൾക്കൊടുവിലാണ് വാർഡംഗം K രാഗേഷിന് പരിക്കേറ്റത്. അന്തിക്കാട് പോലീസിനെ നാട്ടുകാർ അറിയിച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസ് എത്താതിരുന്നതിനെ തുടർന്ന് രാഗേഷും അവിടെ കൂടിയ ഏതാനും പേരും ചേർന്ന് യുവാവിനെ ബലം പ്രയോഗിച്ച് ആംബുലൻസിൽ കയറ്റി തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. കൊണ്ടുപോകുന്നതിനിടെ യുവാവ് ആംബുലൻസിലെ സ്ട്രക്ചറും സീറ്റുകളും മാന്തിക്കീറുകയും ആശുപത്രിയിൽ വെച്ച് ഡോക്ടർമാരെയും ജീവനക്കാരെയും അസഭ്യം പറയുകയും ചെയ്തതോടെ പടിഞ്ഞാറേക്കോട്ട മാനസിക രോഗ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു. മാനസികാരോഗ്യ ആശുപത്രിയിലും ഡോക്ടർമാരെ അസഭ്യം പറഞ്ഞ് കസേര കൊണ്ട് വാർഡംഗം രാഗേഷിനെ തലക്കടിക്കുകയായിരുന്നു. പോലീസിന്റെ സഹായത്തോടെ ആശുപത്രി അധികൃതർ യുവാവിനെ ചികിത്സയ്ക്ക് വിധേയനാക്കി. മനക്കൊടിയിൽ യുവാവ് കടകളെയും ആളുകളെയും ആക്രമിച്ച് അഴിഞ്ഞാടുമ്പോൾ നാട്ടുകാർ നിസ്സഹായരായി നോക്കി നിൽക്കുകയായിരുന്നുവെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. TCV തൃശൂർ. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ കൃഷിയിടത്തിൽ കാട്ടുപന്നികളുടെ ആക്രമണം. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി 9-ാം വാർഡിലെ വിളക്കാട്ടുപാടത്താണ് കാട്ടുപന്നികൾ കൃഷി വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത്. ദേവസൂര്യയിലെ വനിതാവേദി പ്രവർത്തകർ കൃഷി ചെയ്ത മരച്ചീനി, മുളക് എന്നിവയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെ പപ്പായ, വാഴ എന്നിവയും നശിപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ദേവസൂര്യ പ്രസിഡന്റ് റജി വിളക്കാട്ടുപാടം, സെക്രട്ടറി KC അഭിലാഷ് എന്നിവർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ഈ സ്ഥലത്ത് ഇപ്പോൾ കൃഷി ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ വനിതാവേദി പ്രവർത്തകരൊക്കെ വളരെ കഷ്ടപ്പെട്ട് നട്ട് നനച്ചുണ്ടാക്കിയ മിളക്, കൊള്ളി എല്ലാം കാട്ടുപന്നി കഴിഞ്ഞ ദിവസം നശിപ്പിച്ചിരിക്കുകയാണ്. ആറ്റൂരിൽ ടോറസ് ലോറി സ്കൂട്ടറിൽ ഇടിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം തമ്പാനൂർ സ്വദേശി ദിനേഷ് സാജൻ മകൻ 20 വയസ്സുള്ള ദീപേദ് ആണ് മരിച്ചത്. ഒപ്പം യാത്ര ചെയ്തിരുന്ന ഗൗതമിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറ്റൂർ അറഫ സ്കൂൾ ബസ് സ്റ്റോപ്പിന് സമീപം ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ് ആളെ ഇറക്കാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ പിന്നിൽ അമിത വേഗതയിൽ വന്ന ടോറസ് ലോറി ബൈക്ക് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. കൊടകര എഞ്ചിനീയറിംഗ് കോളേജ് 3-ാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും. കോഴിക്കോടുള്ള കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ഇഫ്താർ സംഗമത്തിന് പോകുന്നതിനിടെയായിരുന്നു അപകടം. ഞാൻ കടയിലിരിക്കുകയായിരുന്നു. ഒരു സൗണ്ട് കേട്ടു. പുറത്ത് ചെന്നപ്പോൾ വീണ് കിടക്കണതാണ് കണ്ടത്. അങ്ങനെ ആൾക്കാരൊക്കെ ജനങ്ങൾ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ലോറി ഓവർടേക്ക് ചെയ്ത് അതുമ്പോൾ തട്ടിയതാണ്. മയക്കാരന് തല പൊട്ടിയിട്ടുണ്ട്, കാലിൻ്റെ എല്ലൊടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വാരിയെടുക്കാൻ കഴിയാതെ വന്നു. ആംബുലൻസ് വിളിച്ചു. ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വീട്ടിലേക്ക് പോവുകയാണ്. ഏതാ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. തൃശൂരിൽ ട്രെയിൻ മാർഗം കടകളിലേക്ക് വിൽപ്പനയ്ക്കെത്തിച്ച 340 ഗ്രാം കഞ്ചാവ് മിഠായിയുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു.
ബീഹാർ സ്വദേശി രോഹൻ കുമാറാണ് അറസ്റ്റിലായത്. കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് മിഠായി പിടികൂടിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടിയിരുന്നു. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ 4-ാം വാർഡിൽ താമസിക്കുന്ന 10ഓളം കുടുംബങ്ങളുടെ വഴി തടസ്സപ്പെടുത്തിയതായുള്ള പരാതിക്ക് താൽക്കാലിക പരിഹാരം. മഹാത്മാ റോഡിൽ നിന്നും സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലൂടെ 10ഓളം കുടുംബങ്ങൾ വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന വഴി തടസ്സപ്പെടുത്തിയതായി കാണിച്ച് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലും വില്ലേജിലും പാവറട്ടി പോലീസിലും നാട്ടുകാർ പരാതി നൽകിയിരുന്നു. രോഗികളായവരും പ്രായാധിക്യത്താൽ അവശതകൾ അനുഭവിക്കുന്നവരും സഞ്ചാര സ്വാതന്ത്ര്യം മുടങ്ങിയതോടെ ദുരിതത്തിലായ വാർത്ത TCV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. വില്ലേജ് ഓഫീസ് അധികാരികളും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിക്കുകയും സ്ഥലം ഉടമയുമായും പരിസരത്തെ വീട്ടുകാരുമായും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. സമീപത്തെ കുടുംബങ്ങൾക്ക് നടന്നുപോകാൻ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇറക്കിയിരുന്ന കരിങ്കല്ല് മാറ്റി വഴി തുറന്നു നൽകി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വെള്ളിക്കുളങ്ങര കാരിക്കടവിൽ മരം വീണ് വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു. കാരിക്കടവ് ഉന്നതിയിലെ ട്രാൻസ്ഫോർമറിലേക്കും മരം വീണു. കമ്മ്യൂണിറ്റി ഹാളിനു സമീപം നിന്നിരുന്ന മരമാണ് ഒടിഞ്ഞു വീണത്. മേഖലയിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. തളി തച്ചുകുന്നിലെ മണ്ണെടുപ്പിനെതിരെ കടുകശ്ശേരി തച്ചുകുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും പരിഗണന നൽകാതെ ജിയോളജി വകുപ്പ് മണ്ണെടുപ്പിന് നൽകിയ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസികളും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചേർന്ന് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. പൊതുയോഗം സാമൂഹിക പ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളത് മുഴുവൻ നോക്കി, ഇവിടെ മുഴുവൻ കണ്ടു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു പിന്നില് ഇതുപോലെ രാജ്യം മുമ്പ് പറഞ്ഞ പോലെ 10-15 വീട്ടുകാർ അയ്യപ്പൻകാട്ടിൽ താമസിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അത് കൂടെ കയറി വന്ന് അത് മുഴുവൻ പരിശോധിച്ച ശേഷമാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പൊ അവര് ഭാഗത്ത് സയൻസ് അവരുടെ ഭാഗം ഉണ്ടെന്ന് പറയുന്നു, അവരുടെ ഭാഗത്ത് നിയമമുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമാണ്. നിയമപ്രകാരം അവർക്കൊക്കെ എടുക്കാം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് ഇവര് നമ്മുടെ കൂടെ അന്ന് വന്ന ആളുകൾക്ക് അറിയാം. 2-3 ആളുകൾ ഇവിടെ മണ്ണെടുക്കണ സമയത്ത് ഇവിടെ വന്ന് തടഞ്ഞപ്പോ അവരുടെ കൂടെ സംസാരിച്ചത് മുഴുവൻ ഇതിന്റെ ഉടമസ്ഥനവും മക്കളും അല്ല. സംസാരിച്ച് മുഴുവൻ മണ്ണ് എടുക്കുന്ന എഞ്ചിനീയറാണ്, മൈനിങ് എഞ്ചിനീയർ എന്നാണ് അയാൾ പരിചയപ്പെടുത്തിയത്. അയാളാണ് സംസാരിച്ചത്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇത് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാതെ അവർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ തളിക്കുളത്ത് നിന്ന് വന്ന ഏതോ ഒരാള്, അറിയാത്ത ഒരാള് ഇവിടെ ഒരു കടമുറി അല്ലെങ്കിൽ ഒരു ക്വാർട്ടേഴ്സ് പണിയാൻ വേണ്ടി ഇവിടെ സ്ഥലം വാങ്ങിയിരുന്നു. എന്നിട്ട് അവിടെ വെച്ചിട്ട് അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. CP രാജൻ അധ്യക്ഷനായി. T ബഷീർ, K വിപിൻ ദാസ്, KK മണികണ്ഠൻ, TK കുഞ്ഞുകുട്ടൻ മാസ്റ്റർ, MM രതീഷ്, P ശശി കടുകശ്ശേരി, TM മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു. യോഗത്തിന് മുന്നോടിയായി നടന്ന റാലിയിൽ നിരവധി പേർ അണിനിരന്നു. കാലവർഷങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ് തച്ചുകുന്ന്. കെട്ടിട നിർമ്മാണത്തിന്റെ മറവിൽ മണ്ണെടുപ്പ് നടത്തുന്നതിന് ജിയോളജി വകുപ്പ് കൂട്ടുനിൽക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. വാർഡ് മെമ്പറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണെടുപ്പ് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവ് ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ആദ്യ ചടങ്ങുകളിൽ ഒന്നായ കോഴിക്കല്ല് മൂടൽ ചൊവ്വാഴ്ച നടക്കും. ദേവീ പ്രീതിക്കായി കോഴിക്കല്ലുകൾ കുഴികുത്തി മൂടി ചെമ്പട്ട് വിരിക്കുകയും തച്ചോളി തറവാട്ടിൽ നിന്നുള്ള കോഴികളെ സമർപ്പിക്കുകയും ചെയ്യുന്നതോടെ ശ്രീകുരുമ്പക്കാവ് ഭരണി ആഘോഷത്തിലേക്ക് കടക്കും. ചൊവ്വാഴ്ച ക്ഷേത്രത്തിലെ ഉച്ചപൂജകൾക്ക് ശേഷം ചടങ്ങുകൾ നടത്താൻ അധികാരമുള്ള ഭഗവതി വീട്ടുകാരും തച്ചോളി തറവാടിനെ പ്രതിനിധാനം ചെയ്ത് എത്തുന്നവരും ചേർന്നാണ് ചടങ്ങുകൾ നടത്തുക. ഭഗവതി വീട്ടുകാർ കുഴികൾ കുത്തി കല്ലുകൾ മൂടി ചെമ്പട്ട് വിരിക്കുന്നതോടെ തച്ചോളി വീടിന്റെ പ്രതിനിധികൾ ക്ഷേത്രസന്നിധിയിൽ പ്രവേശിക്കും. തറവാട്ടിൽ നിന്നുള്ള കോഴികളെ ഭഗവതി നടയിൽ പൂജിച്ചു കൊണ്ടുവന്ന കോഴിക്കല്ല് സമർപ്പിച്ച് ചടങ്ങ് നിർവഹിക്കും. ഇതോടെ ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ വേണാടൻ കൊടികൾ ഉയർത്തുകയും ക്ഷേത്ര നടകളിൽ ഭണ്ഡാരം വെപ്പ് നടക്കുകയും ചെയ്യും. 31 പ്രസിദ്ധമായ തൃച്ചന്ദന ചാർത്ത് പൂജയും അശ്വതി കാവുതീണ്ടലും നടക്കും. ഏപ്രിൽ 1 ഭരണി നാളിൽ പുലർച്ചെ ഭഗവതിക്ക് വരിയരി പായസം നിവേദിച്ച് വെന്നിക്കൊടികൾ ഉയർത്തുന്നതോടെ ഭരണി മഹോത്സവം സമാപിക്കും. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ആഘോഷം സമാപിച്ചു. ഇന്ന് രാവിലെ കാളി ദാരികന്മാർ പോർവിളി നടത്തി ദാരികവധം പ്രതീകാത്മകമായി നടത്തിയതോടെ വേലയാഘോഷത്തിന് പരിസമാപ്തിയായി. മഴ മൂലം വേലയുടെ വെടിക്കെട്ട് വൈകിയാണ് ഇന്നലെ നടന്നത്. ചേലക്കര, തോന്നൂർക്കര, കുറുമല, പങ്ങാരപ്പള്ളി, വെങ്ങാന്തല്ലൂർ, ചേലക്കോട് ദേശങ്ങളാണ് വേല ആഘോഷത്തിലെ മുഖ്യ പങ്കാളികൾ.
അഷ്ടമിച്ചിറയിൽ ഓട്ടോറിക്ഷയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. വടമയിൽ കടയിലെ ജോലിക്കാരനായിരുന്ന ബീഹാർ സ്വദേശി രാജേഷ് സരൻ ആണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി അഷ്ടമിച്ചിറയിൽ റോഡ് മുറിച്ച് കടക്കുമ്പോഴായിരുന്നു അപകടം. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. നാട്ടിലെ ഓരോ പിറന്നാളും ഈ വായനശാലയ്ക്ക് ആഘോഷമാണ്. ഓരോ പിറന്നാൾ ദിവസവും ഈ അക്ഷര കേന്ദ്രത്തിലേക്ക് പുതിയൊരു പുസ്തകം വന്നെത്തും. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റി AK അയ്യപ്പൻ CV സുകുമാരൻ വായനശാല 2024 നവംബർ 1 ആരംഭിച്ച ക്യാമ്പയിനാണ് ജന്മദിനം വായനശാലയ്ക്കൊപ്പം എന്നത്. ഓരോ പിറന്നാളുകാരും അന്നേ ദിവസം വായനശാലയിലേക്ക് ഒരു പുസ്തകം സംഭാവന ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജന്മദിനത്തിന് പുറമെ വിവാഹ വാർഷികത്തിനും ഓർമ്മ ദിവസങ്ങളിലും നാട്ടുകാർ പുസ്തകം സമ്മാനമായി നൽകുന്നുണ്ട്. ക്യാമ്പയിൻ 142 ദിവസം പിന്നിടുമ്പോൾ മാതൃകാപരമായ ഈ പദ്ധതിയിലൂടെ 368 ജന്മദിനാഘോഷങ്ങളിലും 30 വിവാഹ വാർഷികങ്ങളിലും 13 ഓർമ്മ ദിനങ്ങളിലും വായനശാല പങ്കാളിയായി കഴിഞ്ഞു. ഇത്തരത്തിൽ 1400-ലധികം പുസ്തകങ്ങളാണ് വായനശാലയ്ക്ക് ലഭിച്ചത്. 2017 പ്രവർത്തനം ആരംഭിച്ച വായനശാല 8 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ പുസ്തകങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനായാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. ഈ ക്യാമ്പയിനിലൂടെ പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലം കൂടിയാണത്. ലൈബ്രറിയിൽ ലൈബ്രറി സെക്രട്ടറിയും പ്രസിഡന്റും ലൈബ്രറിയനും മാത്രമല്ല, ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളും ലൈബ്രറി അംഗങ്ങളായ ആളുകളെല്ലാം ഇതിൻ്റെ ഒരു നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ്റെ വിജയത്തിന് പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്. 421 അംഗങ്ങളും 10688 പുസ്തകങ്ങളുമുള്ള വായനശാല 2025 ഡിസംബർ 31 500 അംഗങ്ങളെയും 12000 പുസ്തകങ്ങളുമാണ് ലക്ഷ്യമിടുന്നത്. നന്ദു അഗസ്റ്റിൻ പ്രസിഡന്റും MV രേണുക സെക്രട്ടറിയും NAM അഷ്റഫ് വൈസ് പ്രസിഡന്റും NS ജയൻ ജോയിന്റ് സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയാണ് വായനശാലയെ നയിക്കുന്നത്. TCV കൊടുങ്ങല്ലൂർ. പ്രമുഖ വ്യവസായിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ തൃക്കൂർ കല്ലൂർ സ്വദേശി ടോണി വട്ടക്കുഴി അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ നടക്കും. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കി. പോട്ട മോസ്കോ സ്വദേശി കുറ്റിലാംകൂട്ടം വീട്ടിൽ സനലിനെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. TCV ക്യാമ്പയിന് ആശംസകൾ നേർന്ന് MLA UR പ്രദീപ്. കേരളത്തിൽ ലഹരി വിഷയത്തിൽ ഓരോ കുടുംബവും ഇടപെടണമെന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപകമായി വരുന്ന ലഹരി മരുന്ന് കടത്തൽ തടയാൻ ഓരോ കുടുംബവും ഈ ക്യാമ്പയിനിന്റെ ഭാഗമാകണമെന്നും MLA പറഞ്ഞു. TCVയുടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്നും കൂടെയുണ്ടാകുമെന്നും MLA കൂട്ടിച്ചേർത്തു. ആദ്യം തന്നെ TCV സംഘടിപ്പിക്കുന്ന അടുത്ത് നിങ്ങളാവാതിരിക്കട്ടെ ലഹരിക്കെതിരായി വലിയ ബോധവൽക്കരണ പരിപാടികളാണ് സർക്കാരും പൊതുജനങ്ങളും ഏറ്റെടുക്കുന്നത്. ആ കാര്യത്തിൽ TCV ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി അവരെ ഞാൻ പ്രത്യേകം ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. വലിയ തോതിലുള്ള അന്യസംസ്ഥാനത്തിൽ നിന്നെല്ലാം കടന്നുകയറ്റം നല്ലപോലെ നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരികയും പുതിയ തലമുറകൾ ഇതിനെ അടിമപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല കേൾക്കാൻ പാടില്ലാത്ത വാർത്തകളും ഈ നാടിനകത്ത് കേരളം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ ശക്തമായി ഞാനും നിങ്ങളും എല്ലാം ഇത് മറ്റാരുടെയും ചുമതലയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നമ്മളും ഇത് ഏറ്റെടുക്കണം, നമ്മളും പങ്കാളിയാവണം. എൻ്റെ കുടുംബത്തെ നാളെ ഇത് ബാധിക്കും എന്ന തോതിൽ നമ്മൾ ഓരോരുത്തരും ബോധത്തോടു കൂടി ഇടപെടേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ചാനൽ അതിനുവേണ്ടി മുൻകൈ എടുത്തതിന് ഞാൻ പ്രത്യേകം അവരെ ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുന്നു. നാളെ നിങ്ങളും ആവാതെ ഇരിക്കട്ടെ എന്ന ക്യാപ്ഷൻ്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന ഈ ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുക. മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ യൂസഫ് അലി കേച്ചേരി സ്മൃതി സംഘടിപ്പിച്ചു. കവിയും ഗാനരചയിതാവുമായ MD രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മികച്ച കവിതകൾ ഗാനങ്ങളാക്കിയ മലയാളത്തിന്റെ കാവ്യസുഗന്ധമായിരുന്നു യൂസഫ് അലി കേച്ചേരി എന്നും ആ ഗാനമാധുരി വാക്കുകളും വരികളുമായി മലയാളത്തെ പുണർന്നുകൊണ്ടേയിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സുരേഷ് കൊമ്പത്ത്, അനിൽകുമാർ കോലഴി എന്നിവർ യൂസഫ് അലിയുടെ കാവ്യജീവിതത്തെക്കുറിച്ച് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, K രഘുനാഥൻ, PR K ചേനം, മോഹൻദാസ് പാറപ്പുറത്ത്, രാജലക്ഷ്മി മാനഴി, അപർണ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് യൂസഫ് അലി കേച്ചേരിയുടെ കവിതകളും ഗാനങ്ങളും ആലപിച്ചു.
ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 2025 ഏപ്രിൽ 23 നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ക്ഷേത്രസന്നിധിയിൽ നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ സുനിൽ നരോളിക്ക് കൈമാറി നോട്ടീസിന്റെ പ്രകാശനം നിർവഹിച്ചു. രസീത് ബുക്കിന്റെ പ്രകാശനം ദേവസ്വം ഓഫീസർ ശ്രീരാജ് V. അനിരുദ്ധന് നൽകി പ്രകാശനം ചെയ്തു. ഉത്രാളിക്കാവ് ക്ഷേത്രോത്സവ കമ്മിറ്റി പ്രസിഡന്റ് V. ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PR സുരേഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ധനേഷ് കുമാർ, V. സുരേഷ് കുമാർ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, എങ്കക്കാട് ദേശം പ്രസിഡന്റ് TP ഗിരീശൻ തുടങ്ങിയവർ പങ്കെടുത്തു. അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ 325 വാർഷികവും 293 ചരമവാർഷികവും സംയുക്തമായി പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ പാതുവാനാദം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ യോഗം മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡോക്ടർ സേവ്യർ തറമേൽ, ഫാദർ ജോസ് തെക്കേക്കര, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓർഗാനിക് കമ്പോസ്റ്റ് ബിൻ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കൊടുമ്പിൽ മുരളി, സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, MC ഐജു തുടങ്ങിയവർ സംസാരിച്ചു. വർദ്ധിച്ചുവരുന്ന ലഹരി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെ എരുമപ്പെട്ടിയിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. എരുമപ്പെട്ടി ഫൊറോന പള്ളി, എരുമപ്പെട്ടി ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ജാഗ്രതാ സമിതി രൂപീകരിച്ചത്. ഫാദർ ജോഷി ആളൂർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ MA ഉസ്മാൻ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർമാരായ MM സലീം, ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, റീന വർഗീസ്, മഹല്ല് സെക്രട്ടറി MM നിഷാദ്, വായനശാല പ്രസിഡന്റ് KM അഷ്റഫ്, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് MV ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജാഗ്രതാ സമിതി ചെയർമാനായി ഫാദർ ജോഷി ആളൂർ, വൈസ് ചെയർമാനായി KA ഫരീദ് അലി, കൺവീനറായി MV ബാബു, ജോയിന്റ് കൺവീനറായി MA ഉസ്മാൻ, ട്രഷററായി റഷീദ് എരുമപ്പെട്ടി എന്നിവരെ തെരഞ്ഞെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ സമ്പൂർണ്ണ ബജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാലിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അവതരിപ്പിച്ചു. 4,10,68,689 രൂപ മുൻ നീക്കിയിരിപ്പും 121,51,12,27,714 രൂപ വരവും 125,19,40,249 രൂപ ചെലവും 42,56,134 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 34 കോടി, കുടിവെള്ള പദ്ധതികൾക്കായി 9 കോടി, ലൈഫ് ഭവന പദ്ധതിക്കായി 8 കോടി, പട്ടികജാതി നഗറുകളുടെ വികസനത്തിനായി 6 കോടി, സംരംഭങ്ങൾക്കായി 5 കോടി, ഭിന്നശേഷി വയോജന ഉന്നമനത്തിനായി 2 കോടി, പാലിയേറ്റീവ് മേഖലയ്ക്കായി 3 കോടി, സ്ത്രീ ശാക്തീകരണ പദ്ധതികൾക്കായി 6 കോടി, വിദ്യാഭ്യാസ പദ്ധതികൾക്കായി 1.5 കോടി, എരുമപ്പെട്ടി ടൂറിസം സൊസൈറ്റിക്കായി 1 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ചർച്ചകൾക്ക് ശേഷം ബജറ്റ് യോഗം അംഗീകരിച്ചു. പാവറട്ടി തീരദേശ മേഖലയിലെ ജനങ്ങൾ ആശങ്കകൾക്കിടയിലും പടക്കം പൊട്ടിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചു. പെരിങ്ങാട് പുഴ റിസർവ് വനമാക്കുന്ന കരട് വിജ്ഞാപനം പുനഃപരിശോധിക്കുന്നതിനും റദ്ദാക്കുന്നതിനുമുള്ള നടപടി സ്വീകരിക്കുമെന്ന വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായതിലാണ് തീരദേശ സംരക്ഷണ സമിതി പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിച്ചത്. റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപനം റദ്ദു ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ആഘോഷങ്ങളാണ് തീരദേശ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ നയിക്കുന്ന തീരദേശ സംരക്ഷണ സമിതിയുടെ കൺവീനർ ഷൈജു ഉൾപ്പെടെയുള്ള തീരദേശവാസികൾ കഴിഞ്ഞ 4 വർഷം നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ മുരളി പെരുന്നെല്ലിയും അതുപോലെ തന്നെ വനമന്ത്രിയും എടുത്ത തീരുമാനങ്ങൾ ജനോപകാരപ്രദമായ തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ആഘോഷ പ്രകടനങ്ങളും മറ്റും ഒക്കെ നടക്കുകയുണ്ടായി. വായനയെ തിരിച്ചുപിടിക്കലാണ് സമൂഹം ഇന്ന് നേരിടുന്ന ലഹരി വ്യാപനത്തിനുള്ള ഫലപ്രദമായ മാർഗമെന്ന് KK രാമചന്ദ്രൻ MLA പറഞ്ഞു. മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കോടാലിയിൽ സംഘടിപ്പിച്ച ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വായനശാല അടക്കമുള്ള കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ലഹരി വ്യാപനത്തെ പ്രതിരോധിക്കാനാകൂ എന്നും MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് പുരസ്കാരം കരസ്ഥമാക്കിയ
കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് MR രഞ്ജിത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി MLA ആദരിച്ചു. മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ്, പഞ്ചായത്ത് അംഗം KS സൂരജ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി CD പോൾസൺ, താലൂക്ക് വൈസ് പ്രസിഡന്റ് MK ബാബു, മറ്റത്തൂർ നേതൃസമിതി ചെയർമാൻ EH സഹീർ, MP ജോഷി എന്നിവർ സംസാരിച്ചു. കോടാലി സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് ജനകീയ സൗഹൃദ സമിതി രൂപീകരിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, കോടാലി സബ് രജിസ്ട്രാർ V ബെന്നിച്ചൻ, പഞ്ചായത്ത് അംഗം ഷൈനി ബാബു, ആധാരമെടുത്ത സംഘടനാ പ്രതിനിധികൾ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരിക്കെതിരെ കായിക ലഹരി എന്ന മുദ്രാവാക്യവുമായി AIYF തൃശൂർ മണ്ഡലം കമ്മിറ്റി സൗഹാർദ്ദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KK സമദ് ഉദ്ഘാടനം ചെയ്തു. AIYF തൃശൂർ മണ്ഡലം പ്രസിഡന്റ് സിബി ജോർജ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാമചന്ദ്രൻ, സെക്രട്ടറി GM അഖിൽ, പ്രസാദ്, ബിനോയ്, ഷബീർ, CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ്, T ഗോപിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് മുല്ലശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിർമ്മിച്ച എയ്റോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ എയ്റോബിക് കമ്പോസ്റ്റ് യൂണിറ്റിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EV പ്രബീഷ് അധ്യക്ഷത വഹിച്ചു. ലീന ശ്രീകുമാർ, ചെറുപുഷ്പം ജോണി, KA സതീഷ്, ആഷിഖ് വലിയകത്ത്, ജോയിന്റ് BDO സൂരജ്, ഹെൽത്ത് സൂപ്പർവൈസർ മനോജ് എന്നിവർ സംസാരിച്ചു. ലോക ഡൗൺ സിൻഡ്രോം ദിനം തൃശൂരിൽ ആഘോഷിച്ചു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ്, റോട്ടറി ഇന്റർനാഷണൽ, ഡൗൺ സിൻഡ്രോം ഫെഡറേഷൻ ഓഫ് കേരള, ഏർലി ഇന്റർവെൻഷൻ സെന്റർ ആൻഡ് ഓട്ടിസം സെന്റർ എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. AK ഹരീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ആഘോഷ പരിപാടിയിൽ IPA തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ AK ഇട്ടൂപ്പ് അധ്യക്ഷത വഹിച്ചു. പിൻസി പോൾ, ഡോക്ടർ പാർവതി മോഹൻ, KV സുരേഷ്, ഡോക്ടർ ജാനകി മേനോൻ, കൃഷ്ണൻ, PK ജയറാം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അന്തിക്കാട് വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവരാഹി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് മന നന്ദൻ നമ്പൂതിരി, ക്ഷേത്രം രക്ഷാധികാരികൾ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. തുടർന്ന് പ്രാചീന കലാസദൻ അന്തിക്കാട് അവതരിപ്പിച്ച ഐവർകളി, കോൽക്കളി, പരിചമുട്ടുകളി, സരയു കലാവേദി തൃപ്രയാർ അവതരിപ്പിച്ച വീരനാട്യം എന്നിവ ഉണ്ടായിരുന്നു. ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായ പദ്ധതിയായ അംഗത്വ സമാശ്വാസ നിധി വിതരണം ചെയ്തു. ചന്ദ്രാപിന്നി സഹകരണ സംഘം മുഖേന നൽകിയ അപേക്ഷകരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 10 അംഗങ്ങൾക്കുള്ള തുകയാണ് വിതരണം ചെയ്തത്. ചന്ദ്രാപിന്നി VK കുമാരൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് സഹായധനം വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് MV ഹരിലാൽ അധ്യക്ഷനായി. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ബാങ്ക് വൈസ് പ്രസിഡന്റ് MM ഗിരീന്ദ്രബാബു, സെക്രട്ടറി MS പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു. അംഗത്വ സമാശ്വാസ നിധി എന്ന പേരിൽ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കുന്നത്. കോൺഗ്രസ് കടങ്ങോട് പഞ്ചായത്ത് 18ാം വാർഡ് കമ്മിറ്റി രൂപീകരണവും മഹാത്മാഗാന്ധി അനുസ്മരണ സംഗമവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് രഞ്ജു താരു അധ്യക്ഷനായി. ചടങ്ങിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, ബ്ലോക്ക് സെക്രട്ടറി സലാം വലിയകത്ത്, UDF ചെയർമാൻ സജീവ് ചാത്തനാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന നേതാക്കളെ ആദരിക്കലും കുട്ടികൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണവും നടന്നു. സമൂഹ നോമ്പുതുറയും ഉണ്ടായിരുന്നു. മറ്റത്തൂർ അവിട്ടപ്പിള്ളി ചാഴിക്കാട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു.
ജില്ലാ സമിതി അംഗം അഡ്വക്കേറ്റ് പി ജി ജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഏരിയ പ്രസിഡന്റ് വേണുഗോപാൽ, സുനിൽ കുമാർ കാട്ടിക്കുളം, പ്രിയ സജീവ് കുമാർ, രതീഷ് ചാഴിക്കാട് എന്നിവർ സംസാരിച്ചു. പൂവത്തൂർ പെരിങ്ങാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ സീജൻ കുത്തൂർ, സുബിരാജ് തോമസ്, റാഷിദ് എളവള്ളി, MP ശരത് കുമാർ, ബാബു TP എന്നിവർ നേതൃത്വം നൽകി. വെങ്കടങ്ങ് പഞ്ചായത്ത് 7-ാം വാർഡിലെ MN നഗറിൽ നിർമ്മിച്ച മിനി കമ്മ്യൂണിറ്റി ഹാൾ നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മിനി കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൂർണിമ മോഹൻ, AT അബ്ദുൾ മജീദ്, ബ്ലോക്ക് മെമ്പർ ഗ്രേസി ജേക്കബ്, വാർഡ് മെമ്പർ NK വിമല തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU കൊടകര ഏരിയ സമ്മേളനം നടന്നു. കാർത്തികയൻ വട്ടോലിപ്പറമ്പിൽ പതാക ഉയർത്തി. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PG ഷാജി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ട്, ഏരിയ ജനറൽ സെക്രട്ടറി MK അശോകൻ, PR പ്രസാദൻ, AK ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് ഇതുവരെയുള്ള അനുഭവത്തിൽ നമുക്ക് നോക്കുക. സമരത്തോടുള്ള, തൊഴിലാളിയുടെ പ്രശ്നത്തോടുള്ള ഒരു ആഭിമുഖ്യവുമല്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആയതുകൊണ്ട് ആ ഗവൺമെന്റിനെതിരെ തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന നിലയിൽ മാത്രമാണ്. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ ഉപകരണങ്ങളുടെ വിതരണം നടന്നു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് നിർമ്മല ദേവി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശോഭന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഫൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ M ബിന്ദു, യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങാവ് ധന്വന്തരി ക്ഷേത്രവും ദൃശ്യം ഐകെയർ ഹോസ്പിറ്റലും ആസ്റ്റർ ലാബ്സും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പെരിങ്ങാവ് ധന്വന്തരി ക്ഷേത്രത്തിനു സമീപം നടന്നു. ചടങ്ങ് പെരിങ്ങാവ് ദേവസ്വം പ്രസിഡന്റ് E കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി MC മനോജ് കുമാർ, ട്രഷറർ CR വേണുഗോപാലൻ, ജോയിന്റ് സെക്രട്ടറി രാമചന്ദ്രൻ കടവിൽ, വൈസ് പ്രസിഡന്റ് ER വേണുഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി. ദൃശ്യം ഐകെയർ PRO അനീഷ്, ആസ്റ്റർ ലാബ്സ് ഏരിയ മാനേജർ നിധുൻ എന്നിവർ പരിശോധനകളുടെ ആവശ്യകതകളെക്കുറിച്ച് സംസാരിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് CV ബേബി അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കരപ്പട്ടിയേക്കൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. കോളേജ് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ CA ജോസഫ് ലഹരി വിരുദ്ധ സെമിനാർ നയിച്ചു. AS സെബാസ്റ്റ്യൻ, കത്തോലിക്ക കോൺഗ്രസ് ലീഡർമാരായ KC ഡേവിസ്, KM ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 39,93,63,472 രൂപ വരവും 39,11,33,540 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അവതരിപ്പിച്ചത്. പാർപ്പിട പദ്ധതികൾക്ക് 2,90,00,000 രൂപയും, തൊഴിലുറപ്പ് പദ്ധതിക്ക് 4 കോടി, പൊതു കെട്ടിടങ്ങൾക്ക് 1,36,00,000, റോഡ് നിർമ്മാണത്തിന് 5,50,32,000, ശുചിത്വത്തിന് 36,13,500, കോസ്റ്റൽ പാർക്ക് നിർമ്മാണത്തിന് 55 ലക്ഷം, വെള്ളക്കെട്ട് പരിഹാരത്തിന് 36 ലക്ഷം എന്നിങ്ങനെയാണ് വകയിരുത്തിയിട്ടുള്ളത്. ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള ജനകീയ സമിതികളുടെ രൂപീകരണ യോഗം MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ നടന്നു. ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനും സുതാര്യമായതും വേഗത്തിലുള്ളതുമായ സേവനങ്ങൾ രജിസ്ട്രാർ ഓഫീസ് മുഖേന നൽകുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ട സംവിധാനമായി ജനകീയ സമിതികൾ മാറണമെന്ന് MLA യോഗത്തിൽ നിർദ്ദേശിച്ചു.
ജനകീയ സമിതിയിലേക്ക് പ്രതിനിധികളെ നിശ്ചയിച്ച് നൽകാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജില്ലാ അധ്യക്ഷന്മാർക്ക് പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യാൻ കത്ത് നൽകാനും യോഗത്തിൽ തീരുമാനമായി. ചാവക്കാട് നഗരസഭാ ചെയർമാൻ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, അണ്ടത്തോട്, കോട്ടപ്പടി, ചാവക്കാട് എന്നിവയിലെ സബ് രജിസ്ട്രാർമാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ആധാരമെഴുത്തുകാരുടെ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ലോക CLC ദിനത്തിന്റെ ഭാഗമായി നെല്ലിക്കുന്ന് സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ സീനിയർ CLCയുടെ നേതൃത്വത്തിൽ പാരിഷ് ഹാളിൽ സൗജന്യ മെഡിക്കൽ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ പോൾസൺ തട്ടിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ CLC യൂണിറ്റ് പ്രസിഡന്റ് വർഗീസ് വാഗയിൽ അധ്യക്ഷത വഹിച്ചു. സഹവികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, ട്രസ്റ്റി ജോൺസൺ അക്കര, ഡോക്ടർ പ്രിൻസ് ഈപ്പൻ, ഡോക്ടർ ടെന്നി ആട്ടോക്കാരൻ, ജനറൽ കൺവീനർ AD ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. രഞ്ജു തോമസ്, ലിയോ പഞ്ഞിക്കാരൻ, തോംസൺ കണ്ണനായ്ക്കൽ, പ്രിൻസ് പുതുശ്ശേരി, സിജോ ദേവസി, MT ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. തലോർ ഉണ്ണിമുശിഹ പുതിയ ദേവാലയത്തിന്റെ പ്രധാന കവാടം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ വെഞ്ചരിച്ചു. വികാരി ഫാദർ ജോഷി വെണ്ണാട്ടുപറമ്പിൽ, സഹവികാരിമാരായ ഫാദർ ബ്രിൽവിൻ ഒലക്കെങ്കിൽ, സഹവികാരി ഫാദർ റോജർ തരകൻ, മുൻ സഹവികാരി ഫാദർ അരുൺ കാഞ്ഞിരത്തിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് പള്ളിയിലെ ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ നേതൃത്വത്തിൽ ഇടവകയിലുള്ള ഭിന്നശേഷിക്കാരുടെ കുടുംബസംഗമം പുത്തൻപീടിക പള്ളി പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം നിർവഹിച്ചു. അൽമായ സഭ പ്രസിഡന്റ് സൈമൺ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാരായവരെയും കുടുംബാംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സംഗമം തുടർച്ചയായ 3ാം വർഷമാണ് ആഘോഷിക്കുന്നത്. സംഗമത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പങ്കെടുത്ത 50-ൽ പരം കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കരപ്പട്ടേക്കൽ, സെക്രട്ടറി ഗ്രേസി ബാബു, ട്രഷറർ ലിസി ജോസ്, കപ്പൂജിൻ സഭ വൈദികർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സൂര്യനമ്മയുടെ പേരാർക്കും അറിയാമോ? എന്താ സൂര്യനമ്മയുടെ പേര്? അജിഷ എന്നാണ് സൂര്യനമ്മയുടെ പേര്. ശതാഭിഷിക്തനായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിനെ പെരിങ്ങോട്ടുകര സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ഭാരവാഹികൾ ആദരിച്ചു. തന്ത്രിമഠത്തിൽ നടന്ന ചടങ്ങിൽ സ്റ്റഡി സെന്റർ ചെയർമാനും താന്യം പഞ്ചായത്ത് മെമ്പറുമായ ആൻഡോ തുറയൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. മണപ്പുറം സമീക്ഷ വൈസ് ചെയർമാൻ AB സജീവ്, ജഗതി ശ്രീരാജ്, വാളമുക്ക്, പോൾ പുലിക്കോട്ടിൽ, ജനാർദ്ദനൻ പൂക്കാട്ട് എന്നിവർ സംസാരിച്ചു. 2 ദിവസം നിറഞ്ഞ പരിപാടികളായിരുന്നു. 3 ദിവസം നീണ്ട കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോലഴി മേഖലയുടെ ദ്വിദിന വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് പ്രീത ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ഭരണഘടനയും ബഹുസ്വരതയും നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ തൃശൂർ ഗവൺമെന്റ് ലോ കോളേജ് അധ്യാപിക ഡോക്ടർ ലിനി പ്രിയ വാസവൻ പ്രഭാഷണം നടത്തി. ദിവ്യാത്ഭുതങ്ങളിലെ ശാസ്ത്ര സത്യങ്ങൾ എന്ന വിഷയത്തിൽ മജീഷ്യനും സിനിമാ പ്രവർത്തകനുമായ അനിൽ പരക്കാട് സോദാഹരണ പ്രഭാഷണം നടത്തി. പരിഷത്ത് മേഖലാ സെക്രട്ടറി VK മുകുന്ദൻ, ട്രഷറർ MN ലീലാമ്മ തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം സീറോ വേസ്റ്റേജ് ക്യാമ്പയിനിന്റെ ഭാഗമായി പൊതു ഇട ശുചീകരണ പ്രവർത്തികളുടെ ആരംഭവും ശുചിത്വ റാലിയും നടത്തി. കുന്നത്തങ്ങാടിയിൽ നടന്ന പരിപാടി അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ഷാജി, വാർഡ് അംഗങ്ങളായ PA ജോസ്, സുധാ സദാനന്ദൻ, CD വർഗീസ്, CP പോൾ, സലീജ സന്തോഷ്, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ VS കവിത തുടങ്ങിയവർ പങ്കെടുത്തു. കൈപ്പറമ്പ് പഴമുക്ക് ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണവും വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ അധ്യക്ഷത വഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു. മച്ചാട് മെമ്മറീസ് ചാരിറ്റബിൾ സൊസൈറ്റി
കരുമത്ര അൽഫോൺസ ഹോമിലെ അന്തേവാസികൾക്ക് നൽകുന്ന സ്നേഹോപഹാര സമർപ്പണത്തിന്റെ ഉദ്ഘാടനം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ നിർവഹിച്ചു. മച്ചാട് മെമ്മറീസ് പ്രസിഡന്റ് കെ രാജൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഋഷി പൽപു, പഞ്ചായത്ത് അംഗങ്ങളായ PS റഫീഖ്, ഐശ്വര്യ PM, ഫാദർ മനോജ് കീഴൂരുമുട്ടിക്കൽ, സിസ്റ്റർ മേഴ്സി ചാലക്കൽ, ജിസി ഷാജി, പ്രോഗ്രാം കൺവീനർ വറീദ് ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സമൂഹത്തിനകത്ത് വ്യത്യസ്ത ധാരകളിൽ ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട്. നമ്മുടെ സമൂഹത്തിനകത്ത് നിരവധി പ്രവർത്തന 5 വർഷം മുൻപ് അടച്ചുപൂട്ടിയ അളഗപ്പ ടെക്സ്റ്റൈൽസ് മില്ല് തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി. കോവിഡ് വ്യാപനം തടയാനെന്ന പേരിൽ 2020 മാർച്ച് 23-നാണ് ആമ്പല്ലൂരിലെ അളഗപ്പ മില്ലിന്റെ പ്രവർത്തനം നിർത്തിവച്ചത്. തൊഴിലാളികൾക്ക് നൽകി വന്നിരുന്ന സമാശ്വാസ വേതനം നവംബർ മുതൽ നൽകിയിട്ടില്ല. 300-ൽ പരം വരുന്ന തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ദുരിതത്തിലാണ്. DCC ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രേഡ് യൂണിയൻ നേതാക്കളായ K ഉണ്ണികൃഷ്ണൻ, ആൻഡോ ഇല്ലിക്കൽ, M തുളസീദാസൻ എന്നിവർ സംസാരിച്ചു. KD ഷാജി, സുനിത മുരളി, പ്രീതി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മില്ല് തുറന്നു പ്രവർത്തിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്ന് ട്രേഡ് യൂണിയൻ ആവശ്യപ്പെട്ടു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,230 രൂപ, പവന് 65,840 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,432 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ബില്യൺ ബീസ് ഷെയർ ട്രേഡിംഗ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പിടിയിലായി. ഇരിഞ്ഞാലക്കുട കോലോത്തുപാടം സ്വദേശി കിഴക്കേവളപ്പിൽ സുബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനാകും. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ നടക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി അംഗങ്ങൾ ചുമതലയേറ്റു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K രവീന്ദ്രനും മെമ്പറായി KP അജയനും ചുമതലയേറ്റു. തൃശൂർ പൂരം ഉൾപ്പെടെ എല്ലാ ഉത്സവാഘോഷങ്ങളും ഭംഗിയായി നടത്താൻ ബോർഡിന്റെ ജാഗ്രതാപൂർവമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ഭരണസമിതി അംഗങ്ങൾ. അതിരപ്പള്ളി വെറ്റിലപ്പാറ മേഖലകളിൽ കാട്ടാനകളുടെ ശല്യത്താൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ. മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 40ഓളം കാട്ടാനകൾ. മനക്കൊടിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് പഞ്ചായത്ത് അംഗത്തെ ആക്രമിച്ചു. നാട്ടുകാർ പിടികൂടി ആശുപത്രിയിൽ എത്തിച്ച മനക്കൊടി സ്വദേശി സൂരജാണ് പഞ്ചായത്ത് അംഗം K രാകേഷിനെ ആക്രമിച്ചത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.